അടുത്തൊരു സെക്ഷൻ ഇത് ശ്രേണി എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP എന്ന് പറഞ്ഞ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മാത്സ് ആണ്, ഇതുവരെ ചോദിച്ചതിലുള്ള പോലെയല്ല, കുറച്ചുകൂടി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കൺസിഡർ ദ AP 13, 24, 35 അങ്ങനെ പറഞ്ഞുള്ള ആ ഒരു ശ്രേണി പോവുകയാണ്. ദ റേഷ്യോ ഓഫ് ദ ഡിഫറൻസ് ഓഫ് 20th and 10th ടേം ടു ദ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ 20ാമത്തെ പദവും 10ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസവും അതേ ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് തുല്യ അകൽച്ചയും തമ്മിലുള്ള അംശബന്ധം എന്താണ് എന്നാണ് ചോദ്യമായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ആള് A20 അല്ലെങ്കിൽ 20ാമത്തെ പദം എന്താണ് എന്നാണ് അറിയേണ്ടത്. A+n-1 × D ആണ് ലാസ്റ്റ് ടേം അല്ലെങ്കിൽ ഒരു സംഖ്യ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇക്വേഷൻ A+n-1 × D. A എന്ന് പറഞ്ഞാൽ ആദ്യ പദം, N എന്ന് പറഞ്ഞാൽ എണ്ണം, D എന്ന് പറഞ്ഞാൽ ഈ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ തുല്യ അകൽച്ച എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ അതിന് അപ്ലൈ ചെയ്യണു. A എന്ന് പറഞ്ഞാൽ ആദ്യ പദം 13 ആണല്ലോ ആദ്യ പദം, പ്ലസ് എണ്ണം എന്ന് പറഞ്ഞാൽ 20 സംഖ്യകളാണ്. അപ്പോൾ എന്ത് വരും? 19 എന്ന് പറഞ്ഞു വരും അല്ലേ. 19 × D എന്ന് പറഞ്ഞാൽ എന്താണ്? 11 എന്ന് പറഞ്ഞിട്ടാണ് വരിക അല്ലെ. തുല്യകൽച്ച 13, 24, 35 ഇതിൻ്റെയൊക്കെ തുല്യകൽച്ച എന്താ വരുന്നത്? 11 കൂട്ടിയല്ലേ പോണത്. 11, 13, 24 ആയി അല്ലെ. 11 കൂട്ടിയിട്ട് 24 35 എത്തി. 11 കൂട്ടിയിട്ട് അടുത്ത എത്രയായിരിക്കും? 46. അങ്ങനെ പോണ ശ്രേണിയായിരിക്കും ആ കിടക്കുന്നത്. അപ്പം നമ്മൾ 13 പ്ലസ് എന്താണ് 19 × 11 എന്ന് പറഞ്ഞാൽ 209 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുക കേട്ടോ. 19 × 10 പറഞ്ഞാൽ 190. 190 അപ്പോൾ ഒരു 19 കൂടി കൂട്ടുമ്പോൾ 209 എന്നിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ സംഖ്യയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 13 കൂടിയും കൂട്ടുകയാണ്. 13 കൂടി കൂട്ടുമ്പോൾ 222 ആയിരിക്കും ഈ ഒരു വാല്യൂ കേട്ടോ. A20 20ാമത്തെ പദം എന്തായിരിക്കും? 222. A10 10ാമത്തെ പദം എന്താണെന്നുള്ളത് നോക്കണം. കാരണം ഇവ രണ്ടും കൂടിയാണല്ലോ കുറയ്ക്കേണ്ടത്. അപ്പോൾ 13 + 9 × 11 എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. ആദ്യ പദം 13, എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കുറച്ചു, അതാണ് 9. 10 നിന്ന് ഒരെണ്ണം കുറച്ചപ്പോൾ 9 × 11 അല്ലേ. ഇത് വരുമ്പോൾ 99 വരും. 99ഉം 13 കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? 112 എന്ന് പറഞ്ഞ് വരും കേട്ടോ. 112 എന്ന് പറഞ്ഞ് വരും. 112 222 കുറയ്ക്കുമ്പോൾ 110 എന്ന് പറഞ്ഞിട്ടാണ് സംഖ്യ കിട്ടുക അല്ലെ. 110 ആയിരിക്കും എന്താണ്? A20 A20 - A10 കേട്ടോ. അതാണ് 20th ടേമിൽ നിന്ന് 10th ടേം കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 110 എന്ന് പറഞ്ഞ് കിട്ടും. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതേ ഹരിക്കണം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ തുല്യ അകൽച്ച എന്നാണ് ചോദ്യം. തുല്യകൽച്ച ഇവിടെ 11 ആണ് അല്ലെ. 11 ആണല്ലോ തുല്യകൽച്ച വരുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് വെട്ടുമ്പോൾ എന്ത് വരും? മുകളിൽ 10 വരും, താഴെ 1 വരും. 10/1 അല്ലെങ്കിൽ 10:1 ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. A+n-1 × D ആണ് nth ടേം കണ്ടുപിടിക്കാനുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ 2 സംഖ്യകൾ കണ്ടുപിടിക്കുന്നു, അതിന്റെ വ്യത്യാസം കണ്ടുപിടിച്ചു, അതിനുശേഷം ഒരു ഹരണം കൂടിയും ചെയ്യുന്നു. അപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. പേപ്പർ സ്ലിപ്സ് ബിയറിംഗ് നമ്പേഴ്സ് ഫ്രം 50 to 99 placed in a box. A man chooses a slip from the box at random. What is the probability that it shows a prime number? HSA and KTET ഓൺലൈൻ തീവ്ര പരിശീലനം. പരീക്ഷ കഴിയുന്നതുവരെ മുഴുവൻ സിലബസും ഒഴിവു സമയങ്ങളിൽ കാണാൻ കഴിയും വിധം റെക്കോർഡഡ് വീഡിയോകളായി നൽകുന്നു. കൂടാതെ PDF നോട്ടുകളും എല്ലാ ആഴ്ചയിലും പരീക്ഷകളും. വിഷയങ്ങൾ മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്, ജനറൽ വിഷയങ്ങൾ, psychology and pedagogy, Renaissance and GK, and English or Malayalam. APTIGS Academy, Mukkam.